വളരെ സോഫ്റ്റ് കളർ പാലറ്റിൽ വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സോഫ്റ്റ് സെമി ട്രസ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ. കളർ ബേബി പിങ്ക് ആണ്, പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ബോഡി വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും രണ്ട് സൈഡിൽ ബോർഡർ വരുന്നത്. മിഡിൽ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അപ്പറും ലോവറും ഫ്ലോറൽ ഡിസൈൻസിലാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരി. ഫ്ലോറൽ പാറ്റേണിലുള്ള ബോർഡർ, പ്ലെയിൻ ബോഡി. സാരി വരുന്നത് വളരെ മാറ്റ് ഫീലിലാണ് കേട്ടോ, ഒട്ടും ഗ്ലോസി അല്ല സാരി വരുന്നത്. ബോർഡറിന്റെ അതേ പാറ്റേണിൽ തന്നെയുള്ള ഷോർട്ട് പല്ലു ആ സാരിക്ക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് നല്ല 1 മീറ്റർ ലെങ്ത്തിലുള്ള ബ്ലൗസാണ് വരുന്നത്. ഇതേ ഫ്ലോറൽ ഡിസൈൻസിന് തന്നെ മിനിയേച്ചർ ഫോമിലുള്ള മോട്ടീവ്സ് ആയിരിക്കും ബ്ലൗസിൽ വരുന്നത്. അടുത്ത സാരി വരുമ്പോൾ ഞാൻ ബ്ലൗസ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. നെക്സ്റ്റ് കളർ അക്വ ഗ്രീൻ ആണ്. നല്ലൊരു ഓഷ്യൻ ഗ്രീൻ ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. എല്ലാം നല്ല സോഫ്റ്റ് കളർ പാലറ്റിലും സോഫ്റ്റ് ഫാബ്രിക്കിലുമാണ് സാരി വന്നിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാരീസ് ആണ്. വളരെ അഫോർഡബിൾ ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ, തിൻ ഫാബ്രിക് ആണ്. ഇതായിരിക്കും സാരിയുടെ ഒരു തിക്നെസ് ഇത്രേ വരുന്നുള്ളൂ. ട്രാൻസ്പെറൻസി ഇല്ല മെറ്റീരിയലിൽ, അതാണ് മെയിൻ ഹൈലൈറ്റ്. കാരണം നമുക്ക് തിൻ ഫാബ്രിക് ആകുമ്പോൾ മിക്കവാറും ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. ഇത് ട്രാൻസ്പെറൻസി ഇല്ലാതെ വളരെ ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സാരിയാണ്. ടീൽ ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ. ഫ്ലോറൽ പാറ്റേണിന്റെ കോമ്പിനേഷൻസ് എല്ലാം സെയിം തന്നെ. അതേ പാറ്റേണിൽ തന്നെ അപ്പറും ലോവറും മുന്താണിയും വരുന്നത് ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. അത് നല്ല സഫിഷ്യൻ്റ് ആയിട്ട് 1 മീറ്റർ ലെങ്ത്തിൽ ബ്ലൗസ് വരുന്നുണ്ട്. സെയിം സ്റ്റൈൽ തന്നെ വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ചാണ്, വളരെ മൈൽഡ് പീച്ചാണ് സാരി വന്നിരിക്കുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻസിൽ തന്നെയുള്ള ബോർഡർ, പല്ലു, സെയിം പാറ്റേണിൽ തന്നെ പ്രിന്റഡ് ബ്ലൗസ്. എല്ലാ കളേഴ്സും നല്ല സോഫ്റ്റ് കളർ പാലറ്റിലാണ് സാരി വന്നിരിക്കുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഒരു പൗഡർ ബ്ലൂ ആണ് സാരിയുടെ കളർ. പൗഡർ ബ്ലൂവിലും സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ. കോൺട്രാസ്റ്റ് ആയിട്ട് ക്രീമിൽ തന്നെ ബോർഡർ വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ മുന്താണി, സെയിം സ്റ്റൈൽ ബ്ലൗസ്. നെക്സ്റ്റ് സാരി പാറ്റേണും ഫാബ്രിക്കും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക്. നല്ല ബ്യൂട്ടിഫുൾ സാരി ആട്ടോ. ഇതിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ്. ഒരു ലാവൻഡർ ടോണിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബോഡി കംപ്ലീറ്റ് വരുന്നത് ആ ഒരു ഡിസ്ചാർജ് പ്രിന്റും ഡിജിറ്റൽ പ്രിന്റഡ് പാറ്റേണിലും ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരുന്ന സാരിയിൽ. ലോവർ പോർഷൻ വരുമ്പോൾ ഈ ഒരു പാറ്റേണിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് ഡിസ്ചാർജ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ പാറ്റേണിൽ. വിത്ത് സിമ്പിൾ റിബൺ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. സോഫ്റ്റ് ചന്തേരിയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. നല്ല സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് വെയർ സാരിയാണ്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഡിസ്ചാർജ് പ്രിന്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡിയിൽ ഫുൾ വരുന്നുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോ? ഡിജിറ്റൽ പ്രിന്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. റിബൺ ബോർഡർ വരുന്നത് സിമ്പിൾ ബോർഡർ. പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോഴും എല്ലാ സാരീസിനും വരുന്ന പോലെ തന്നെ ലോവർ ഏരിയയിലായിരിക്കും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ബോഡിയിൽ ഫുൾ ആ ഒരു ഡിസ്ചാർജ് ഡിസൈൻസ് വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ്, സെയിം ഡിസൈൻ, സെയിം ഫാബ്രിക്. കളർ പാലറ്റ് മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് ബ്ലൂ ആണ്, പൗഡർ ബ്ലൂ ആണ്. ഒരു ഗ്രേ ടിൻറ്റഡ് പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. ഡിസ്ചാർജ് പ്രിന്റ് ആയിരിക്കും ഫുൾ സാരിയിലും വരുന്നത്. ചില കളേഴ്സിൽ വരുമ്പോൾ ആ ഒരു ഡിസ്ചാർജ് പ്രിന്റ് വളരെ വിസിബിൾ ആയിരിക്കും. ഈ ഒരു പാറ്റേണിലോട്ടോ ബോഡിയിൽ ആ ഒരു ഡിസ്ചാർജ് ഡിസൈൻസ് വരുന്നത്. ലോവർ ബോർഡർ വിത്ത് റിബൺ ബോർഡർ, പല്ലു, ബ്ലൗസ് വരുന്ന പ്ലെയിൻ ആണ്. വീണ്ടും ഡിസൈനും ഒരു കളർ കോമ്പിനേഷനും മാറിയിട്ടുണ്ട്. ഇത് വരുമ്പം ഒരു ലാവൻഡറും പൗഡർ ബ്ലൂ, ഗ്രേ ബ്ലെൻഡഡ് പൗഡർ ബ്ലൂ കൊണ്ടുള്ള കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതിന്റെ ബോഡി പ്ലെയിൻ വന്നിട്ട് ആ ഒരു ഷെയ്ഡഡ് പാർട്ടിലായിരിക്കും അപ്പർ ബോർഡർ വന്നിട്ട് വിത്ത് റിബൺ ബോർഡർ. ലോവർ ഏരിയ വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴാണ് ഈ സാരീസിന്റെ ഭംഗി വരുന്നത്. റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ റോസ് ഗോൾഡ് ആണ് സാരിയുടെ ബോഡി കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയിൽ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെ വരുന്നത്. സോഫ്റ്റ് കളറിലായിരിക്കും സാരിയുടെ മുന്താണി ആ ഒരു ഡിസൈനിൽ തന്നെ വന്നിട്ട് പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇത് വരുമ്പോൾ ഒരു അക്വാ ഗ്രീൻ ആണ്. ടീൽ ഗ്രീനും അക്വാ ഗ്രീനും കൊണ്ടുള്ള ഒരു ടോണിലാണ് സാരിയുടെ ബോഡി വരുന്നത്. വിത്ത് റിബൺ ബോർഡർ, ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിലാണ് സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ബ്ലൗസ് പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്.